ആരും വലിയ ത്രില്ലറുകളോ ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകളോ പ്രതീക്ഷിച്ച് പടം കാണാൻ വരേണ്ടതില്ല. ഇത് ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. ഇതാണ് ദൃശ്യം 3-ാം ഭാഗം പുറത്തിറങ്ങുന്നതിന് മുമ്പ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകനും ഏറ്റവും പ്രധാനപ്പെട്ട അണിയറ പ്രവർത്തകനായ സംവിധായകൻ ജിത്തു ജോസഫും നമ്മളോട് പറഞ്ഞത്. എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ദൃശ്യം 3 വെറും ഒരു ഫാമിലി ഡ്രാമ മാത്രമാണോ, അതോ ദൃശ്യം 1-ലും 2-ലും ഒക്കെ ഉള്ളതുപോലെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകളുള്ള ഒരു സിനിമയാണോ ദൃശ്യം 3? സിനിമ ആരംഭിക്കുന്നത് തന്നെ മുൻ സിനിമകളുടെ അതേ രീതിയിലാണ്. ദൃശ്യം 2 അവസാനിച്ച് ദൃശ്യം 3 ഇറങ്ങുന്ന ഈ കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ തുടങ്ങുന്നത്. ദൃശ്യത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടത് വളരെ സാധാരണക്കാരനായ ഒരു ജോർജ് കുട്ടിയായിരുന്നെങ്കിൽ ദൃശ്യം 2-ൽ കുറച്ചുകൂടി സമ്പന്നനായി മാറിയ ഒരു എബോവ് മിഡിൽ ക്ലാസ് എന്നൊക്കെ വിളിക്കാവുന്ന ജോർജ് കുട്ടിയാണ് നമ്മൾ കണ്ടത്. എന്നാൽ 3-ാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി സമ്പന്നനായ ഒരു സിനിമ നിർമ്മിച്ച് ആ സിനിമ വിജയിച്ച ഒരു നിർമ്മാതാവൊക്കെയായി മാറിയ ജോർജ് കുട്ടിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു മാറ്റം ചിത്രത്തിന്റെ സ്റ്റൈലിലും ചെറുതായിട്ടുണ്ട് പറയാം. അതായത് തീരെ സാധാരണക്കാരനായല്ല, മറിച്ച് തന്റെ ചുറ്റുമുള്ള മനുഷ്യരെയൊക്കെ സഹായിച്ചും അവരെയൊക്കെ ഒരു പരിധിവരെ തന്റെ ആശ്രിതരാക്കി മാറ്റിയും ഒക്കെ കഴിയുന്ന ആ നാട്ടിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരാളായി മാറിയ ജോർജ് കുട്ടിയാണ് ദൃശ്യം 3-ൽ നമ്മൾ കാണുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ദൃശ്യം 1-ൽ നമ്മൾ കണ്ട രാജാക്കാട് എന്ന സ്ഥലമാണ്. ഇടുക്കി ജില്ലയിലെ വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു പ്രദേശം. അവിടെയുള്ള ഒരു കുടുംബം എന്ന നിലയിലാണ് ദൃശ്യം 1-ൽ ജോർജ് കുട്ടിയുടെ കുടുംബം നമ്മുടെ മുന്നിലേക്ക് വന്നത്. അവരിപ്പോഴും ഇടുക്കിയിലെ രാജാക്കാട് തന്നെയാണ് കഴിയുന്നത് എന്ന് സിനിമയിൽ തോന്നുമെങ്കിലും മുൻപത്തെ സിനിമകളിൽ നമ്മൾ കണ്ട ആ പഴയ രാജാക്കാടിനെയോ അല്ലെങ്കിൽ ആ ഒരു നാട്ടിൻ പുറത്തുകാരനായ സാധാരണക്കാരനെയോ ഇവിടെ കാണാൻ കഴിയില്ല. ജോർജ് കുട്ടിയുടെ കഥാപാത്രം അത്രത്തോളം മാറിയിട്ടുണ്ട്. ആ കഥാപാത്ര നിർമ്മിതിയിൽ വന്നിട്ടുള്ള ആ മാറ്റമാണ് സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് യഥാർത്ഥത്തിൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ മുൻപോട്ട് നയിക്കുന്നത് എന്താണ്? അയാൾ തന്റെ ശാരീരിക ക്ഷമത കൊണ്ടോ സാമ്പത്തിക ചുറ്റുപാട് കൊണ്ടോ അല്ല 1-ാം ഭാഗത്തിലായാലും ഒരു പരിധിവരെ 2-ാം ഭാഗത്തിലായാലും ഈ മുഴുവൻ സിസ്റ്റത്തോടും പൊരുതി നിന്നത്, മറിച്ച് അയാളുടെ അതിഭീകരമായ ബുദ്ധിയും സിനിമ അയാളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫ്ലുവൻസും ഒക്കെ കൊണ്ടാണ്. എന്നാൽ 3-ാം ഭാഗത്തിൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ആ എസൻസ് അല്പം ചോർന്നു പോയെന്ന് തോന്നുന്നു. പക്ഷേ ആ കഥാപാത്രത്തിന്റെ സാമ്പത്തിക നിലയിലുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റത്തെ വളരെ ബ്രില്യന്റ് ആയി സിനിമയുടെ കഥാതന്തുവിനോട് ഇണക്കി ചേർക്കാൻ ജിത്തു ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാറ്റങ്ങളൊക്കെ കഥയിലുണ്ടെങ്കിലും സിനിമ എന്ന പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ മേക്കിംഗ് വളരെ വീക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് 1-ാം ഭാഗവുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2-ാം ഭാഗം കോവിഡുമായി ബന്ധപ്പെട്ട ഒരുപാട് നിബന്ധനകൾ നിലനിന്നിരുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത ഒന്നായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ദൃശ്യം 3-ലേക്ക് വരുമ്പോൾ 2-ാം ഭാഗത്തേക്കാൾ മെച്ചപ്പെട്ട മേക്കിംഗ് ആണെന്ന് പറയാമെങ്കിലും ഫസ്റ്റ് പാർട്ട് നമുക്ക് നൽകിയ ആ ഒരു സിനിമാറ്റിക് അനുഭവം തരുന്നതിൽ ചിത്രം പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്നാണ് തോന്നിയത്. മാത്രവുമല്ല സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ് എന്നിവയിലേക്ക് ഇനിയും ഏറെ മെച്ചപ്പെടുത്താമായിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ദൃശ്യം 3 അനുഭവപ്പെട്ടത്. എന്നാൽ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് പോയിന്റ് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഇതിന്റെ കഥയും തിരക്കഥയുമാണ്. അണിയറ പ്രവർത്തകർ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ആത്മസംഘർഷങ്ങളും അവരെ എപ്പോഴും പരാജയപ്പെടുത്താൻ നോക്കുന്ന സിസ്റ്റം എന്ന എലമെന്റുമാണ് ദൃശ്യം 3 ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പടി കൂടി കടന്ന് സിസ്റ്റത്തിനപ്പുറത്തേക്ക് ചില വ്യക്തികൾ കൂടി ജോർജ് കുട്ടിയുടെ എതിർസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. സ്പോയിലർ ആയതുകൊണ്ട് അവർ ആരൊക്കെയാണെന്ന് ഇപ്പൊ പറയുന്നില്ല. മുൻ ഭാഗങ്ങളിൽ നിന്നും ദൃശ്യം 3-യെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം ഇതാണ്. ഇവിടെ കേവലം ഒരു സിസ്റ്റം മാത്രമല്ല ജോർജ് കുട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്, മറിച്ച് ചില അവസരങ്ങളിലൊക്കെ സിസ്റ്റം ജോർജ് കുട്ടിയോടൊപ്പം നിൽക്കുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് ചില വ്യക്തികൾ ജോർജ് കുട്ടിക്ക് എതിരായി വരുന്നു എന്നതാണ് ദൃശ്യം 3-യെ വ്യത്യസ്തമാക്കുന്നത്. ഈ മാറ്റം ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെയും മാറ്റുന്നുണ്ട്. നമുക്കറിയാം ആദ്യ 2 ഭാഗങ്ങളിലും ഒരു സിസ്റ്റത്തെ എതിർത്ത് നിൽക്കുന്ന ജോർജ് കുട്ടിക്ക് കായികമായി പ്രതിരോധിച്ചത് കൊണ്ടോ ആരെയെങ്കിലും തല്ലിയത് കൊണ്ടോ ഒന്നും മാറ്റാൻ കഴിയില്ലായിരുന്നു. അവിടെ തന്റെ ബുദ്ധി കൂർമ്മതയ്ക്കും അല്ലെങ്കിൽ ഈ സിസ്റ്റത്തെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന ചോദ്യത്തിനുമാണ് ജോർജ് കുട്ടിക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടി വന്നിരുന്നത്. പക്ഷേ ഈ 3-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ശക്തമായ ചില വ്യക്തികൾ കടന്നു വരികയും അതുകൊണ്ട് തന്നെ ജോർജ് കുട്ടിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത മറ്റു പല ഘടകങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ തല്ലാൻ വന്നാൽ ദൃശ്യം 1-ലും 2-ലും ഒരിടത്ത് പോലും ഫൈറ്റ് ചെയ്യാത്ത ജോർജ് കുട്ടിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ദൃശ്യം 3-ലേക്ക് വരുമ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ സിനിമ പറഞ്ഞു പോകുന്ന പ്രധാന എലമെന്റ്സ് മാറുന്നതിനനുസരിച്ച് ആ കഥാപാത്ര നിർമ്മിതിയിലും കൃത്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെയാണ് പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ സംതൃപ്തരാകുമോ എന്ന ചോദ്യം ബാക്കിയാവുന്നത്. കാരണം ദൃശ്യം എന്ന മൂവി സീരീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഘടകം എന്താണെന്ന ചോദ്യത്തിനുള്ള ഏറ്റവും ലളിതമായ ഉത്തരം അതിലെ ട്വിസ്റ്റുകളും കാണികളെ ഞെട്ടിക്കുന്ന അവസാനത്തെ 3rd ആക്ട് പ്ലേയിലുള്ള വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള തിരക്കഥാ എലമെന്റ്സുമാണ്. അത് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ സിനിമയിലെ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി എനിക്ക് തോന്നിയത് ഇതൊക്കെയാണ്. 2 മണിക്കൂർ 40 മിനിറ്റുള്ള സിനിമയിൽ അവസാനത്തെ കുറച്ച് സമയം മാത്രമാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രധാന ഘടകങ്ങളിലേക്ക് കഥ കടക്കുന്നത്. അതുവരെ കടന്നുപോയ മെലോഡ്രാമയും ഫാമിലി ഇമോഷൻസും ഒക്കെ അല്പം കുറച്ച് ഈ ത്രില്ലർ സീനുകൾ കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ദൃശ്യം എന്ന സിനിമയെ കാത്തിരുന്ന പ്രേക്ഷകരോട് കുറച്ചുകൂടി നീതി പുലർത്താൻ കഴിയുമായിരുന്നു എന്നാണ് തോന്നിയത്. കാരണം ദൃശ്യം എന്ന ഫ്രാഞ്ചൈസ് ഒരു ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായും ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരും കാത്തിരിക്കുന്നവരും നോക്കുന്നത് ഇത് എത്രമാത്രം നല്ല രീതിയിൽ ട്വിസ്റ്റുകളും ടേണുകളുമായി നമ്മളെ ത്രില്ലിംഗ് ആയി പിടിച്ചിരുത്തുന്നു എന്നതാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ അതിനുവേണ്ടിയുള്ള ചെറിയ ചെറിയ സൂചനകൾ ഇട്ടുപോകുന്നു എന്നതല്ലാതെ പരിപൂർണമായി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത്
ഇതിന്റെ അവസാനത്തെ 20 മിനിറ്റുകൾ മാത്രമാണ്. അതിൽ തന്നെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പിശകായി എനിക്ക് തോന്നിയത് വളരെ സങ്കീർണമായ ചില കാര്യങ്ങൾ പോലും വളരെ ലഘുവായോ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിലോ പറഞ്ഞു പോകുന്നതിലെ പോരായ്മയാണ്. പല കാര്യങ്ങളും ഒറ്റ കാഴ്ചയിൽ എല്ലാവർക്കും വ്യക്തമാകുമോ എന്നൊരു സംശയം എനിക്കപ്പോൾ തോന്നി. വളരെ ചടിലമായ എഡിറ്റിംഗിലൂടെയാണ് അവസാനത്തെ ആ ഗ്രിപ്പിംഗ് എലമെന്റ്സ് പറഞ്ഞു പോകുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി സമയമെടുത്ത് കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഇതിലും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയേനെ എന്ന് തോന്നി. പിന്നെ ഈ സിനിമയിൽ വരുന്ന ഒരു സർപ്രൈസ് ക്യാരക്ടർ ഉണ്ട്. പലപ്പോഴും ആ ക്യാരക്ടറിനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കുഞ്ഞിക്കോനൻ സിനിമയിൽ സൈക്കോ ഗുണ്ടയായി അഭിനയിച്ച വാസുവണ്ണൻ എന്ന കഥാപാത്രമില്ലേ, ആ വാസുവണ്ണനെ കാണുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ 2 കണ്ണുകളും ആരോ ഇടിച്ചു കലക്കിയതുപോലെ നല്ല ചുവന്ന തീക്കട്ടയായി ഇരിക്കുന്നതാണ്. സമാനമായ രീതിയിൽ ചുവന്ന ഉണ്ടക്കണ്ണുകളുമായി ഈ സിനിമയിലും ഒരു കഥാപാത്രം കറങ്ങി നടക്കുന്നുണ്ട്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിന് എന്തുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടാൽ പ്രേക്ഷകർക്ക് ചിരി വരുന്ന തരത്തിലുള്ള ഇത്തരമൊരു മേക്കപ്പ് നൽകിയത് എന്നത് എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അവസാനമായി അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് വന്നാൽ മോഹൻലാൽ വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് സിനിമയിലുടനീളം കാഴ്ചവെച്ചിട്ടുള്ളത്. മോഹൻലാൽ മാത്രമല്ല, ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള മിക്ക നടീനടന്മാരും തങ്ങളുടെ ഭാഗം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചില കഥാപാത്രങ്ങളുടെ നിർമ്മിതികൾ നല്ലതാണോ മോശമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട് എന്നതാണ്. അതിലുപരി ചില കഥാപാത്രങ്ങൾ കുറച്ച് സമയത്തിന് ശേഷം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് പോലെ നമുക്ക് തോന്നും. സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പല കഥാപാത്രങ്ങളും ചിത്രത്തിൽ നിന്നും വളരെ പെട്ടെന്ന് ഡിസപ്പിയർ ആകുന്ന ഒരു പ്രതിഭാസം എന്തായാലും ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ആശാ ശരത്തിന്റെ കഥാപാത്രത്തിന്റെ ഡിപ്രഷൻ ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയിലും ചെറിയ വിയോജിപ്പുണ്ട്. ഈ ഡിപ്രഷനും കോമയും തമ്മിലുള്ള വ്യത്യാസം സംവിധായകനും എഴുത്തുകാരനുമായ ജിത്തു ജോസഫിന് മനസ്സിലാകാത്തതാണോ അതോ എഴുതി വന്നപ്പോൾ കൈവിട്ടു പോയതാണോ എന്നറിയില്ല. എന്തായാലും കഥാപാത്ര നിർമ്മിതിയുടെ കാര്യത്തിൽ ചിലത് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റു ചിലത് കൃത്യമായി ഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ചുരുക്കത്തിൽ ദൃശ്യം 3 മൊത്തത്തിൽ നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ മേക്കിങ്ങിൽ നിരവധി പോരായ്മകളുള്ള പല ഡിപ്പാർട്ട്മെന്റുകളും കുറച്ചുകൂടി നന്നാക്കാമായിരുന്ന ഒരു സിനിമയാണിത്. എന്നാൽ ഒരു നല്ല ഇമോഷണൽ ഫാമിലി ഡ്രാമ വിത്ത് വണ്ടർഫുൾ തേർഡ് ആക്ട് പ്ലേ അഥവാ ക്ലൈമാക്സ് എന്നൊക്കെ പറയാവുന്ന തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ദൃശ്യം 3. ഒരിക്കലും ഇതൊരു മോശം സിനിമയല്ല. എന്നാൽ ദൃശ്യം സീരീസിൽ ഇതുവരെ വന്നിട്ടുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ അവസരമുണ്ടായിരുന്ന ഒരു ചിത്രം തന്നെയാണ് ഇത്. എന്തായാലും തിയേറ്ററിൽ വെച്ച് തന്നെ നന്നായി ആസ്വദിച്ച് കാണാൻ കഴിയുന്ന ഒരു സിനിമയായി ഇത് മാറുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 4ാം ഭാഗത്തേക്കുള്ള സൂചനകൾ കൂടി സിനിമ മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും ദൃശ്യത്തിന്റെ തുടർച്ച നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് ദൃശ്യം 3 എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.